ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 നവംബർ 14 ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം മണിപ്പൂർ ആണ്. അപ്പോൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് സൂരജ് ഉണ്ണികൃഷ്ണൻ, ആബിദ് സജി, ശിവാനി VA, ഫാദിൽ, നന്ദന KP എന്നിവരാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലും ഇതേപോലെ ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്ത്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തെ ആധാരമാക്കി ഭാരത് ഏക് ഗോജ് എന്ന TV സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആരാണ്? ശ്യാം ബെനഗൽ ആണ് ഭാരത് ഏക് ഗോജ് എന്ന TV സീരീസ് സംവിധാനം ചെയ്തത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന നെഹ്റുവിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയായിരുന്നു ഈ ഒരു TV സീരീസ് നിർമ്മിച്ചത്. മൂന്നാമത്തെ ചോദ്യം: നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? നെഹ്റു ആദ്യമായി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോറിൽ വെച്ച് നടന്ന ലാഹോർ സമ്മേളനമായിരുന്നു. നാലാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം? നെഹ്റുവിന് ഭാരതരത്നം ലഭിക്കുന്ന വർഷം 1955 ആണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1955. അഞ്ചാമത്തെ ചോദ്യം: നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ചാണ്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? ലണ്ടനിൽ വെച്ചാണ് നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ലണ്ടൻ. ആറാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ആർക്കും സംശയമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ജവഹർലാൽ നെഹ്റു തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെഹ്റു. ഏഴാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ആദ്യം പറയുകയും ചെയ്തു. ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ചോദ്യം LP ലെവലിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്തവർ ഇപ്പോൾ തന്നെ പഠിക്കുക. എട്ടാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രശസ്തമായ ആത്മകഥ സമർപ്പിച്ചത് കമല നെഹ്റുവിനാണ്. കമല നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇതുകൂടി ഓർത്തു വയ്ക്കുക. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമല നെഹ്റു. ഒൻപതാമത്തെ ചോദ്യം: 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്?
നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് 1938 നെഹ്റു രൂപീകരിച്ച കമ്മിറ്റിയുടെ പേര്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആരാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു. എപ്പോഴാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1938. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു. 11ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ആമുഖത്തിൻ്റെ ഇംഗ്ലീഷ് പ്രിയാമ്പിൾ എന്നാണ്. അതായത് നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോൾ അഥവാ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം: ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരത്തിൻ്റെ പേരെന്താണ്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 13ാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വർത്തമാന പത്രത്തിൻ്റെ പേരെന്താണ്? ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ജവഹർലാൽ നെഹ്റുവും തൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വർത്തമാന പത്രത്തിൻ്റെ പേര്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇൻഡിപെൻഡൻറ്റ്. 14ാമത്തെ ചോദ്യം: ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്തിയ നെഹ്റു അലഹബാദ് കോടതിയിലാണ് തൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്: ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു കാശ്മീരിലെ കൗൾ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം. 16ാമത്തെ ചോദ്യം ഇതാണ്: നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പുന്നമടക്കായൽ. വീഡിയോയിലെ 17ാമത്തെ ചോദ്യം: നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്? നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് 1916 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടിയത്. 18ാമത്തെ ചോദ്യം: നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷമേതാണ്? നമ്മൾ നേരത്തെ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമല നെഹ്റു ആണെന്ന് പറയുകയുണ്ടായി. അവരുടെ വിവാഹം നടന്ന വർഷമേതാണ്? 1916 നെഹ്റുവിൻ്റെ വിവാഹം നടക്കുന്നത്. നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കമല നെഹ്റു. 19ാമത്തെ ചോദ്യം: 1921 വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു?
6 മാസത്തെ ജയിൽവാസമായിരുന്നു നെഹ്റുവിന് അന്ന് ലഭിച്ച ശിക്ഷ. അഹമ്മദാബാദ് ജയിലിലായിരുന്നു നെഹ്റു കിടന്നിരുന്നത്. അതുകൂടി ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഉത്തരവും പേരും നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഏതാണ്? നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഏത്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരവും വിജയിയെയും നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.